ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സൗമ റംഭ 4-ാം ഞായർ, വലിയ നോമ്പ് 4-ാം ഞായർ, സീറോ മലബാർ വേദപഞ്ചാംഗം. ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ 19-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങളാണ് ഇന്നത്തെ ആദ്യത്തെ വായന. വളരെ കുപ്രസിദ്ധമായ സോതോമ്യ പാപം. നമുക്ക് വളരെ വിവാദങ്ങൾ ഉടലെടുത്ത ഒരു പശ്ചാത്തലത്തിലാണ് നമുക്ക് ഈ തിരുവചനം ധ്യാനിക്കാനായിട്ട് സന്ദർഭം വന്നിരിക്കുന്നത്. നമുക്ക് ഇച്ചിരി ക്ഷമയോടെയും ഒരല്പം ആഴത്തിലും ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. വിവാദങ്ങൾ എപ്പോഴും ബാക്കിയുണ്ടാകും. എങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഈ തിരുവചനങ്ങൾ കേൾക്കാം. എന്നിട്ട് അതിലത്തെ ചില വചനങ്ങളുടെ വ്യാഖ്യാനവും അവസാനം നമുക്കതിൻ്റെ ഇന്നത്തെ പ്രസക്തി എങ്ങനെയൊക്കെയാണ് ഈ സോതോമ്യ പാപം എന്ന് പറയുന്ന അവസ്ഥ, അതിനോട് ഉള്ള നമ്മുടെ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. തിരുവചനം: ആ 2 മാലാഖമാർ വൈകുന്നേരമായപ്പോൾ സോതോമിൽ ചെന്നു. ലോത്ത് സോതോം പട്ടണ കവാടത്തിൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ ലോത്ത് എഴുന്നേറ്റ് അവരെ എതിരേൽക്കാനായി ചെന്ന് നിലം പറ്റെ കുനിഞ്ഞ് നമസ്കരിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ യജമാനന്മാരെ, അന്തിയുറങ്ങാൻ അടിയൻ്റെ വീട്ടിലേക്ക് വന്നാലും കാല് കഴുകി രാത്രി ഇവിടെ തങ്ങുക. അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകാം. അവർ മറുപടി പറഞ്ഞു, വേണ്ട, രാത്രി മുഴുവൻ ഞങ്ങൾ തെരുവിൽ കഴിച്ചു കൊള്ളാം. അവൻ വളരെ നിർബന്ധിച്ചപ്പോൾ അവർ അവൻ്റെ കൂടെ പോയി അവൻ്റെ വീട്ടിൽ പ്രവേശിച്ചു. അവൻ പുളിപ്പില്ലാത്ത മാവ് കൊണ്ട് അപ്പം ചുട്ടെടുത്ത് അവർക്ക് വിരുന്നൊരുക്കി. അവർ ഭക്ഷണം കഴിച്ചു. അവർ ഉറങ്ങാൻ പോകും മുൻപേ സോതോം നഗരത്തിലെ സോതോമിലെ പുരുഷന്മാർ തന്നെ, ആബാലബദ്ധം ആളുകൾ, സകല ഭാഗത്തു നിന്നുള്ള പട്ടണവാസികൾ ഒന്നാകെ വന്ന് വീട് വളഞ്ഞു. അവർ ലോത്തിനെ വിളിച്ചു പറഞ്ഞു, ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാരെവിടെ? അവരെ പുറത്തു കൊണ്ടുപോവാൻ, അവരെ ഞങ്ങൾക്ക് വിട്ടുതരിക. അവരുമായി ഞങ്ങൾ രതി ക്രീഡകളിൽ ഏർപ്പെടട്ടെ. ഞാൻ പറയുന്നത് കേൾക്കൂ. ലോത്ത് പുറത്തിറങ്ങി കതകടച്ചിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ പറഞ്ഞു, എൻ്റെ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് യാചിക്കുന്നു, ഇത്ര നീചമായി പെരുമാറരുതേ. ഞാൻ പറയുന്നത് കേൾക്കൂ. പുരുഷസ്പർശമേൽക്കാത്ത 2 പെൺമക്കൾ എനിക്കുണ്ട്. അവരെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്തു കൊള്ളുക. പക്ഷേ ഈ പുരുഷന്മാരോട് മാത്രം ഒന്നും ചെയ്യരുതേ. എന്തെന്നാൽ അന്തിയുറങ്ങാൻ എൻ്റെ മേൽക്കൂരയ്ക്ക് കീഴിൽ പ്രവേശിച്ച അതിഥികളാണ് അവർ. മാറി നിൽക്കൂ, അവർ അട്ടകത്തിച്ചു. പരദേശിയായി വന്ന് പാർക്കുന്ന നീ ന്യായാധിപനായി ചമയുന്നു. മാറി നിന്നില്ലേൽ അവരോടെന്നതിനേക്കാൾ മോശമായി നിന്നോടും ഞങ്ങൾ പെരുമാറും. അവർ ലോത്തിനെ ശക്തിയായി തള്ളിമാറ്റി വാതിൽ തല്ലിപ്പൊളിക്കാൻ ചെന്നു. പക്ഷേ ആ പുരുഷന്മാർ കൈ പുറത്തേക്ക് നീട്ടി ലോത്തിനെ പിടിച്ച് തങ്ങളുടെ അടുക്കൽ വീടിനുള്ളിലാക്കിയിട്ട് വാതിലടച്ചു. തൽക്ഷണം പുറത്ത് വാതിൽക്കലുണ്ടായിരുന്ന എല്ലാവരെയും, ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരെയും അവർ അന്ധരാക്കി. അവർ വാതിൽ തപ്പി നടന്ന് വലഞ്ഞു. ഈ സോതോം നഗരത്തിനെതിരെ നിലവിളി ആകാശം മുട്ടി, സ്വർഗമരം മുട്ടി എന്നാണ്. കാരണം അത്രമാത്രം പാപം ഈ സോതോം നഗരത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് സോതോം നഗരത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കാനും ലോത്തിനെ പട്ടണത്തിൽ നിന്ന് ഒഴിപ്പിക്കാനും മനുഷ്യരൂപത്തിൽ മാലാഖമാർ വരുന്നു. ആ 2 മാലാഖമാർ എന്നാണ്, അതായത് 18-ാം അധ്യായത്തിൽ യാഹ്വേയുടെ കൂടെ അബ്രഹാമിനെ സന്ദർശിച്ച 2 പേര്. അവരിപ്പം മനുഷ്യരൂപത്തിൽ ലോത്തിനടുക്കൽ വരികയാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 332 മാലാഖമാർ മനുഷ്യരൂപത്തിൽ വരുന്നു. ചാവുകടൽ താഴ്വാരത്തുള്ള പല പട്ടണങ്ങളെ നശിപ്പിക്കാനാണ് അവർ വന്നത്. ഉൽപ്പത്തി 19:29 അങ്ങനെ കാണാം. ഈ പട്ടണങ്ങളിലെ പാപത്തെക്കുറിച്ച് ബൈബിളിൻ്റെ പല ഭാഗങ്ങളിൽ കിടപ്പുണ്ട്, അതിൻ്റെ വിശദീകരണങ്ങൾ.
യെശയ്യായുടെ ഗ്രന്ഥത്തിൽ 3:9 കാണുന്നു, ആ പട്ടണങ്ങളിൽ അനീതി ഉണ്ടായിരുന്നു. എസെക്കിയേൽ 16:49 പറയുന്നു, ദരിദ്രരോടുള്ള ക്രൂരതയുണ്ടായിരുന്നു. യൂദാസിന്റെ ലേഖനത്തിൽ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പ്രകൃതി വിരുദ്ധ പാപം ചെയ്യാനായി ലൈംഗിക തൃഷ്ണ കയറൂരി വിടുന്ന അധാർമികതയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ സ്വവർഗ ഭോഗം എന്ന് പറയുന്ന ആ പാപം മാത്രമല്ല ഉള്ളത്, അനീതിയും ക്രൂരതയും ഈ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്ന ലൈംഗിക അരാജകത്വവും അവിടെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലയളവിന് വളരെ പ്രസക്തിയുള്ള തിരുവചനമാണ്. സ്വവർഗരതിയും ദ്വിലിംഗ കാമവും പരകായ പ്രേമവും എല്ലാം അതിരുകൾ ഭേദിച്ച് സമൂഹത്തെ കാർന്നു തന്നെയാണ്. ഈ അബ്രഹാമിൻ്റെ അടുക്കൽ വന്ന ഇല്ലേ, ഞാൻ സ്വതം നിരീക്ഷിക്കാൻ പോകുകയാണ്, അവർക്കെതിരെയുള്ള നിലവിളി എത്തിയിരിക്കുന്നു, അപ്പോൾ ഞാൻ നശിപ്പിക്കാൻ വന്നിരിക്കുകയാണെന്നൊക്കെ യാക്കോബ് പറയുമ്പോൾ അബ്രഹാം മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. നഗരത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കുന്നത് ശരിയാണോ എന്നെല്ലാം പറഞ്ഞ് ഏറ്റവും അവസാനം 10 നീതിമാന്മാരുണ്ടെങ്കിൽ നഗരത്തെ നശിപ്പിക്കില്ല എന്ന വാഗ്ദാനവും കൊടുത്തിട്ടാണ് യാഹ്വേ അബ്രഹാമിൻ്റെ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഈ അബ്രഹാമിൻ്റെ ചുമതല എന്ന് പറയുന്നത് എന്താണ്? 10 നീതിമാന്മാരെങ്കിലും സോതോമിൽ ഉണ്ടായാൽ, സോതം പട്ടണത്തിൽ ഉണ്ടായാൽ സോതം പട്ടണത്തെ നശിപ്പിക്കില്ല എന്നാണ് കർത്താവിൻ്റെ വാഗ്ദാനം. അപ്പോൾ 10 പേരെങ്കിലും ഒരു പട്ടണത്തിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഗ്യാരണ്ടി അല്ലേ നീതിമാന്മാരുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇതാണ് ഇന്ന് സഭയുടെ ചുമതല, ഓരോ ഇടവകയുടെയും ചുമതല. 10 നീതിമാന്മാരുണ്ടെങ്കിൽ ആ നീതിമാന്മാരെ പ്രതി ആ പട്ടണത്തെ മുഴുവൻ നാശത്തിൽ നിന്ന് ദൈവം മാറ്റി നിർത്തുമെന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാ. കോരിന്തോസ് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഭാര്യയുടെ വിശുദ്ധീകരണത്തിലൂടെ ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെടും, ഭാര്യയുടെ വിശുദ്ധിയിലൂടെ ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെടും. ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കള് പാപമില്ലാത്തവരായി ഇരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഭാര്യയുടെ വിശുദ്ധിയിലൂടെ ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെടും. അപ്പോൾ ഈ 10 നീതിമാന്മാരുടെ വിശുദ്ധി ഉണ്ടെങ്കിൽ ആ പട്ടണത്തെ മുഴുവൻ നാശത്തിൽ നിന്ന് മാറ്റി നിർത്താമെന്നാണ് ദൈവത്തിന്റെ വാഗ്ദാനം. 10 നീതിമാന്മാരുടെ വിശുദ്ധി. 10 പേരില്ലെങ്കിലോ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തും. അതാണ് ലോത്തിന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നത്. 10 പേരില്ലെങ്കിൽ നീതിമാന്മാരുടെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തുകയും മറ്റുള്ളവരെ നശിപ്പിക്കുമെന്നാണ്. 10 പേര് നീതിമാന്മാരുണ്ടെങ്കിലോ ആ പട്ടണത്തെ മുഴുവൻ ആ നീതിമാന്മാരെ പ്രതി ദൈവം ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തും. അപ്പോൾ ഓരോ ഇടവകയുടെയും ചുമതല ആ പ്രദേശത്ത് 10 നീതിമാന്മാരുടെ എങ്കിലും സാന്നിധ്യം ഉറപ്പുവരുത്തുകയാണ്. സഭയുടെ ചുമതല അതാണ്. അപ്പോൾ അതിലൂടെ ആ നീതിമാന്മാരുടെ വിശുദ്ധിയിലൂടെ ആ പ്രദേശത്തിൻ്റെ നാശത്തെ തടയാമെന്നാണ് കർത്താവിൻ്റെ വാഗ്ദാനം. വേറൊരു വീക്ഷണത്തിൽ നോക്കിയാൽ ഈ സ്വവർഗരതിയും പ്രകൃതി വിരുദ്ധ പാപവും സംഭവിക്കാതിരിക്കാൻ ലോത്ത് തൻ്റെ പെൺമക്കളെ വരെ അവരുടെ തോന്നിയാസത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. നമുക്കിതിൻ്റെ കുറിച്ച് ഇത് ചെയ്തത് ശരിയാണോ, അങ്ങനെയാണോ വേണ്ടിയിരുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒരല്പം കഴിഞ്ഞ് ചിന്തിക്കാം. ഇത്രയൊക്കെ പറഞ്ഞിട്ടും പട്ടണവാസികൾ തങ്ങളുടെ പ്രകൃതി വിരുദ്ധ പാപത്തിന്റെ ചെളിയിൽ കിടന്ന് ഉരുളുകയാണ്, ആറാടുകയാണ്, പാപത്തിൽ ആറാടുകയാണ്, അതിൽ അതിയായി ആഹ്ലാദിക്കുകയാണ്, പാപം ചെയ്യുന്നതിൽ ആനന്ദിക്കുകയാണ്. ദൈവം മരിച്ചു അല്ലെങ്കിൽ ദൈവത്തെ ഞങ്ങൾ കൊന്നു, അതുകൊണ്ട് പാപം ചെയ്യുന്നതിൽ ആനന്ദിക്കൂ എന്ന ഒരു ഫിലോസഫി 1968 അതായിരുന്നു ജർമ്മൻ കലാലയങ്ങളിൽ നിന്ന് വന്ന ഒരു ഫിലോസഫിയാണത്. ദൈവത്തെ ഞങ്ങൾ കൊന്നതിനാൽ പാപം ചെയ്യുന്നതിൽ ആനന്ദിക്കൂ. ഈ രണ്ടാം വത്തിക്കാൻ സൂനോദോസിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കി തുടങ്ങുന്ന കാലയളവിൽ വലിയ വെല്ലുവിളിയായിട്ട് വന്നൊരു സംഗതിയാണ് ദൈവത്തെ ഞങ്ങൾ കൊന്നതിനാൽ പാപം ചെയ്യുന്നതിൽ ആനന്ദിക്കൂ. 68 ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും, ദൈവത്തെ കൊന്നു കഴിഞ്ഞല്ലോ, ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ വന്നു ലോകത്തിന്റെ പല ഭാഗത്തും. കാരണം എന്താ? ദൈവമില്ലെങ്കിൽ പിന്നെ ഏറ്റവും നല്ല പ്രത്യയശാസ്ത്രം കമ്മ്യൂണിസമാണ്, ദൈവമില്ലെങ്കിൽ. പക്ഷേ 20 കൊല്ലം കഴിഞ്ഞപ്പോൾ 69 കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ വന്നു. 20 കൊല്ലം കഴിഞ്ഞ് 89 ബെർലിൻ മതിൽ വീണു. അതായത് കമ്മ്യൂണിസം ഭരണകൂടങ്ങളെല്ലാം നിലംപതിച്ചു. ഒരു പ്രത്യയശാസ്ത്രമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടത്. ദൈവമില്ല എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള, ദൈവമില്ലാത്തത് കൊണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തം വഴിക്ക് ശരിയാക്കും,
നമുക്ക് ഇവിടെ തന്നെ സ്വർഗരാജ്യവും ദൈവരാജ്യവും ഒക്കെ നമ്മൾ ഇവിടെ തന്നെ സൃഷ്ടിക്കും, ഇതിനപ്പുറത്തൊരു ജീവിതമില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമായിട്ട് ഇപ്പോഴും കമ്മ്യൂണിസം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഭരണകൂടങ്ങളൊക്കെ പരാജയപ്പെട്ടു. സ്വേച്ഛാധിപത്യ ഭരണരീതിയാണിത് എന്ന് സംശയമില്ലാത്ത കാര്യം. ദൈവമില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ സ്വേച്ഛാധിപതിയാകും, സംശയമൊന്നുമില്ല. പോകട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ ദൈവമില്ലെങ്കിൽ പിന്നെ തിന്മയിൽ കിടന്ന് ആറാടാം, മനുഷ്യനെ കൊല്ലാം, തങ്ങൾക്കെതിരായവരെല്ലാം കൊന്നുകളയല്ലേ. അത് എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും അങ്ങനെയല്ലേ. തങ്ങൾക്ക് എതിരഭിപ്രായം പറയുന്ന സകലരെയും കൊല്ലുക. നിങ്ങൾ റഷ്യയിലോ ചൈനയിലോ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായ സംഗതികളൊക്കെ നമുക്കറിയാമല്ലോ, വിധിയൊക്കെ ഹൈക്കോടതിയുടെ വിധിയൊക്കെ നമുക്കറിയാം. ഇത് അതുമാത്രമൊന്നുമല്ല, ഇതിനു മുമ്പ് ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ ദൈവമില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ മൃഗം മാത്രമാണ്. അവനെ മറ്റ് മൃഗങ്ങളെ കൊല്ലുന്ന പോലെ മനുഷ്യനെ കൊല്ലുന്നതിൽ ഒരു പ്രശ്നവും അവർ കാണുന്നില്ല. കാരണം എന്താ? അവർ ദൈവവിശ്വാസികളല്ല, ആത്മാവിലോ ദൈവത്തിലോ വിശ്വസിക്കുന്നില്ല. അവർക്ക് മറ്റൊരു മൃഗം മാത്രമാണ്, ഈ മനുഷ്യക്കുരങ്ങ് പരിണമിച്ച മറ്റൊരു മൃഗം മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് മനുഷ്യർ, മറ്റൊരു മൃഗം. അതുകൊണ്ട് അവരെ കൊല്ലുന്നതിലൊന്നും ഒരു പ്രശ്നവും അവർ കാണുന്നില്ല. പിന്നെ അവർ കൊല്ലാതിരിക്കുന്നത് എങ്ങനെയും ഭരണം കിട്ടാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു പ്രതിസന്ധി വരുമ്പോൾ അവർ ഇങ്ങനെ വഴിതിരിച്ചു വിടുകയാണ്, രക്തസാക്ഷികളെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതൊക്കെ എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന സംഗതിയാണ്, നമ്മുടെ നാട്ടിൽ നടക്കുന്നു. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ദൈവമില്ലെങ്കിൽ പിന്നെ തിന്മയിൽ ആറാടാൻ, അക്രമത്തിൽ ആറാടാൻ, ക്രൂരതയിൽ ആറാടാൻ കഴിയും. അപ്പോൾ നമുക്ക് ചോദിക്കാം, ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന രാജ്യങ്ങളിലും ഈ പ്രശ്നങ്ങളുണ്ടല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ജർമ്മനിയിലാണ് ഇത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. കാരണം എന്താണ്? അവിടെ 1968 അവിടുത്തെ ചില കലാലയങ്ങളിൽ നിന്നുണ്ടായ ഒരു ഫിലോസഫിയാണ്, ദൈവത്തെ ഞങ്ങൾ കൊന്നതിനാൽ പാപം ചെയ്യുന്നതിൽ ആനന്ദം കൊള്ളൂ. 68 വന്ന ഫിലോസഫി, പ്രത്യയശാസ്ത്രത്തിൻ്റെ പരിണത ഫലമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അതിനന്ന് പ്രതിരോധിക്കാൻ ജനങ്ങൾക്ക് ബോധം ഉണ്ടായിരുന്നില്ല. സഭ പ്രതിരോധിച്ചപ്പോൾ സഭയെ പാടെ നിരാകരിച്ചു. സഭ യാഥാസ്ഥിതികമാണ്, പുരോഗമനമല്ല എന്നെല്ലാം പറഞ്ഞ് സഭയെ സ്വീകരിക്കാൻ, സഭയുടെ വാക്ക് കേൾക്കാൻ തയ്യാറായില്ല, ഇപ്പോഴും തയ്യാറല്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അതിൻ്റെ പരിണത ഫലമാണ് ഇപ്പം അനുഭവിക്കുന്നത്. ഇപ്പം നമ്മൾ അത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അതിന് വേറെ തരത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്, മാർഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. 68 രീതി ഇപ്പം നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. എന്താണ് രീതി എന്നൊക്കെ ഞാൻ ഒരല്പം കഴിയുമ്പോൾ പറയാം. നമുക്ക് ഇത്രയും ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞിട്ട് ഇതിലത്തെ ചില വചനങ്ങൾ, നമുക്ക് വാക്കുകൾ ഒന്ന് പരിശോധിക്കാം. ലോത്ത് പട്ടണ കവാടത്തിൽ ഇരിക്കുകയായിരുന്നു. ഈ പട്ടണ കവാടത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സവിശേഷ വാക്കാണ്. നിങ്ങൾക്ക് ഈ നിയമാവർത്തനം 21 അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. പട്ടണ കവാടത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഗ്രാമത്തലവൻ ചെയ്യുന്ന പരിപാടിയാണ്, ഗോത്ര തലവൻ ചെയ്യുന്ന പരിപാടിയാണ്. അതായത് ഇപ്പം നമ്മൾ ഒരു നഗരത്തിൻ്റെ മേയർ അല്ലെങ്കിൽ കോർപ്പറേഷൻ മേയർ എന്നൊക്കെ പറയില്ലോ, അങ്ങനെയുള്ള ഒരാൾ ചെയ്യുന്ന കാര്യമാണ് പട്ടണ കവാടത്തിൽ ഇരിക്കുക. എന്തിനൊക്കെയാണ്? വ്യാപാരം നിയന്ത്രിക്കാൻ, പിന്നെ തർക്കങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന ന്യായാധിപനായി, പിന്നെ ഈ പൗരന്മാർ സമ്മേളിച്ചിരുന്നതും പട്ടണ കവാടത്തിലാണ്. പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്കായി പൗരന്മാർ സമ്മേളിക്കുന്ന സ്ഥലം, വ്യാപാരം ചെയ്യാനുള്ള സ്ഥലം, വിലപേശാനുള്ള സ്ഥലം, തർക്കങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാൻ അത് പൗരന്മാർ സാധാരണ ചെല്ലുന്നത് ഗ്രാമമുഖ്യൻ്റെ അടുത്തേക്കാണ്. ഈ ലോത്ത് ഈ സ്വതം നിവാസിയല്ല, അതുകൊണ്ടാണ് നീ പരദേശിയായിട്ട് വന്നവനെന്നാ. പക്ഷേ അവിടെ ചെന്ന് താമസിച്ച് അവിടുത്തെ പൗരത്വം എടുത്ത് അവിടുത്തെ മേയറെ പോലെ, ഗ്രാമത്തലവനെ പോലെയായി ഈ ലോത്ത്. അതുകൊണ്ടാണ് ലോത്ത് പട്ടണ കവാടത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പട്ടണത്തിൽ വന്നവരെ നിർബന്ധിച്ചാണെങ്കിൽ തൻ്റെ വീട്ടിലേക്ക് അതിഥിയായി കൊണ്ടുവരുന്നത്. അല്ലാതെ വഴി പോകുന്നവരെ എല്ലാം വിളിച്ചു കയറ്റുന്ന ഒരു സ്വഭാവക്കാരനല്ല ലോത്ത്. ലോത്തിൻ്റെ ആധ്യാത്മികതയ്ക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. പക്ഷെ എങ്കിലും അദ്ദേഹം ആ പട്ടണത്തിൻ്റെ തലവനായതുകൊണ്ട്, ഗ്രാമത്തലവൻ അല്ലെങ്കിൽ മേയർ എന്നൊക്കെ പറയുന്ന, ഗോത്ര തലവൻ എന്ന് പറയുന്ന ഗ്രാമമുഖ്യനായതുകൊണ്ടാണ് ആ പട്ടണത്തിൽ വന്ന പട്ടണമുഖ്യൻ അല്ലെങ്കിൽ ഗ്രാമമുഖ്യൻ എന്ന് പറയുന്ന ആളായതുകൊണ്ടാണ് അവിടെ വന്ന ആളുകൾക്ക് അഭയം കൊടുക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. അതിഥികൾക്ക് അതിഥി ദേവോ ഭവ, അങ്ങനെയാണല്ലോ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. അതിഥികളെ ദേവന്മാരായിട്ട്, ദൈവങ്ങളായിട്ട് സ്വീകരിക്കണമെന്നാണ്. അതായത് ആതിഥ്യ മര്യാദ കാണിക്കണമെന്ന് തന്നെയാണ്. ഈ ലോത്ത് അവിടെ ലോത്തിന് സ്വീകരിക്കപ്പെടാൻ ഒരു കാരണം കൂടിയുണ്ട്. ഈ സോദോം ഉൾപ്പെടെയുള്ള
പട്ടണങ്ങളെ ഏലാമ്യര് ആക്രമിച്ചപ്പോൾ അത് രക്ഷപ്പെടുത്താൻ അവിടുന്ന് അധിനിവേശത്തു നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചത് അബ്രഹാമാണ്. ഉൽപ്പത്തി പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിന്റെ ബന്ധുവാണ് ലോത്ത്. അതുകൊണ്ട് തന്നെ ലോത്തിനോട് അങ്ങ് നാട്ടുകാർക്ക് ആദരവുണ്ടായിരുന്നു. തങ്ങൾ സഹായിച്ച അബ്രഹാമിന്റെ ബന്ധുവാണല്ലോ ലോത്ത്. അങ്ങനെയാണ് അദ്ദേഹം ഗ്രാമമുഖ്യനായിട്ടും പിന്നെ ഈ പട്ടണ തലവനൊക്കെ ആയിട്ട് മാറുന്നത്. അവരെ സഹായിച്ച, യുദ്ധത്തിൽ വിജയം വരിക്കാൻ സഹായിച്ച അബ്രഹാമിന്റെ ബന്ധുവായതുകൊണ്ടാണ്. അതേസമയം അന്നാട്ടുകാരുടെ പാപചിന്തയുടെ ആഴം അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ ആഴം അത് തിരിച്ചറിയാൻ ഈ പട്ടണ തലവനായ ലോത്തിന് കഴിയാതെ പോയി എന്നുള്ളത് അതിൻ്റെ മറുവശമാണ്. ഈ രണ്ട് മാലാഖമാരും മനുഷ്യരൂപത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ലോത്ത് എന്ത് ചെയ്തു? നിലം പറ്റെ താണു വണങ്ങി. പൗരസ്ത്യ രീതിയാണ് ഇങ്ങനെ നിലം പറ്റെ താണു വണങ്ങി അതിഥികൾ സ്വീകരിക്കുക. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ടത്. ഉൽപ്പത്തി 18-ാമത്തെ അധ്യായം 2:8 അബ്രഹാം ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാ താണു വണങ്ങി നമസ്കരിക്കുന്നതും ആരാധനയല്ല. അങ്ങനെ ചിലർക്ക് വിചാരമുണ്ട്. ഇപ്പോൾ കത്തോലിക്കരെല്ലാം വിഗ്രഹങ്ങളുടെ മുമ്പിൽ നമസ്കരിച്ച് ആരാധിക്കുകയാണ്. അങ്ങനെയല്ല. ബഹുമാനം കാണിച്ചിരുന്നതും ഒരാളെ അംഗീകരിക്കുന്നതും ഈ നമസ്കരിക്കുന്നത്. അപ്പോൾ വിഗ്രഹാരാധനയാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് നമ്മൾ മനസ്സിൽ എന്ത് ഉദ്ദേശത്തോടെ ചെയ്തു എന്നുള്ളതാണ്. വിഗ്രഹത്തെ ദൈവമായിട്ട് കണ്ടു വണങ്ങിയാൽ അത് വിഗ്രഹാരാധന തന്നെ, സംശയമൊന്നുമില്ല. പക്ഷേ എല്ലാ വണങ്ങലുകളും ആരാധനയല്ല. മറിച്ച് അതിഥികളെ സ്വീകരിക്കാനായിട്ടും നിലം പറ്റെ താണു വണങ്ങി സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്ന രീതി ആരാധനയിലുണ്ട്. അതിനാൽ ഈ നിലം പറ്റ് താണു വണങ്ങിയെന്ന് പറഞ്ഞാൽ ആ മാലാഖമാരെ ആരാധിച്ചുവെന്നോ മനുഷ്യരെ ആരാധിച്ചുവെന്നോ അല്ല അർത്ഥം. അതിഥികളെ അങ്ങേറ്റം ബഹുമാനത്തോടെ സ്വീകരിച്ചു എന്നാണ്. കാരണം എല്ലാ താണു വണങ്ങലും നമസ്കരിക്കലും ആരാധനയല്ല. ഈ ലോത്തിന്റെ വീട്ടിൽ വന്ന അതിഥികൾ അവർക്ക് ഭക്ഷണം എല്ലാം കൊടുത്തു. അവർ ഉറങ്ങാൻ പോകുന്ന സമയത്താണ് ആ നഗരത്തിലെ മുഴുവൻ ആളുകളും, ഒരു ഗ്രാമത്തിലെ മുഴുവൻ പുരുഷന്മാര് വന്നിട്ട് ലോത്തിന്റെ അടുക്കൽ വന്ന് പറയാണ്, നിന്റെ വീട്ടിൽ വന്ന പുരുഷന്മാരില്ലേ, അവരിങ്ങനെ ഇറക്കി വിടുക, ഞങ്ങൾ അവരുമായി രതി ക്രീഡകളിൽ ഏർപ്പെടട്ടെ. ആക്ഷരികമായി തർജ്ജമ ചെയ്താൽ ഞങ്ങൾ അവരെ അറിയട്ടെ എന്നാണ്. അറിയുക എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധപ്പെടുക. അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മൃദു പദമാണ് അറിയുക. ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവരുമായി ശാരീരികമായി ബന്ധപ്പെട്ടില്ലെന്നാണ് അർത്ഥം. ഇത് അതിഥികൾക്കെതിരായ പാപം എന്നുള്ളത് മാത്രമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് നെറികെട്ടത്, വഴിപിഴച്ചത്, മാത്രമല്ല പ്രകൃതി വിരുദ്ധമായ സ്വവർഗ ബന്ധം. അതായത് ഈ കാമഭ്രാന്തിന് വിധേയമാക്കുക. എങ്ങനെ? പ്രകൃതി വിരുദ്ധമായി എന്ന് വെച്ചാൽ മലദ്വാരത്തിലൂടെ ബന്ധപ്പെടുക എന്നർത്ഥം. പുരുഷനുമായിട്ട് ബന്ധപ്പെടുന്ന കാമവെറിയിൽ ഈ മലദ്വാരത്തിലൂടെ ലൈംഗികമായി ബന്ധപ്പെടാൻ അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഇറക്കി വിടാൻ പറയുന്നത്. ദൈവത്തിനെതിരെയും പ്രകൃതിക്കെതിരെയും ഉള്ള ഹീനവും അതിനിന്ദ്യവുമായ കുറ്റകൃത്യമാണിത്. റോമാലേഖനം 1-ാമത്തെ അധ്യായം 26-27 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഈ കാനാന്യ മതങ്ങളുടെ പിന്തുണ ഇത്തരം മ്ലേച്ഛതകൾക്കുണ്ടായിരുന്നു. ലേവ്യരുടെ ഗ്രന്ഥം 18-ാമത്തെ അധ്യായം 22-25. അതായത് പുരുഷ വേശ്യാവൃത്തിയെ പ്രോത്സാഹിപ്പിച്ചിരുന്നതാണ് കാനാന്യ മതങ്ങൾ. ഈ ദേവദാസി എന്ന് പറയുന്ന പോലെ ദേവദാസനുണ്ടായിരുന്നു. പുരുഷ വേശ്യാവൃത്തിക്ക് വേണ്ടിയുള്ള ദാസന്മാർ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു കാനാന്യ മതങ്ങളിൽ. അപ്പോൾ അവർ ഇത്തരം സംഗതികൾ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ഈ കാനാന്യ മതങ്ങളിലെ ഈ ഹീനമായ അതിനിന്ദ്യമായ കാര്യങ്ങളിലേക്ക് ഇസ്രായേൽക്കാർ പോകാതിരിക്കാൻ വേണ്ടി കർശനമായ നിയമങ്ങളുണ്ടായിരുന്നു. അതായത് സ്വവർഗ ബന്ധത്തിന്, നമ്മൾ പറഞ്ഞ ഈ സോദോമ്യ പാപത്തിന് മരണശിക്ഷയാണ് ഇസ്രായേലിലെ ലേവ്യരുടെ നിയമം അനുശാസിച്ചത്. ലേവ്യരുടെ ഗ്രന്ഥം 20:13. നിങ്ങൾക്ക് കത്തോലിക്കപ്പെട്ട മതബോധനം 18:67, 23:57 മുതൽ 23:59 വരെയൊക്കെ വായിക്കാം. ഇവിടെ ഈ സ്വവർഗ ചിന്ത അതൊന്ന് ആദ്യം ചിന്തിക്കാം. ഈ സ്വവർഗ ചിന്തകൾ ലെസ്ബിയൻ, ഹോമോസെക്ഷൽ, ഇപ്പം ഗേ എന്ന് പറയും. ഗേ എന്ന വാക്കിന് ശരിക്കും സന്തോഷം, ആഹ്ലാദം എന്നൊക്കെയാണ് ശരിക്കും അർത്ഥം. പക്ഷെ ഇപ്പം അതിന് നെഗറ്റീവ് നിഷേധകമായ അർത്ഥമാണ്. ആണ് തമ്മിലുള്ള ബന്ധം ഗേ, പെണ്ണും തമ്മിലുള്ള ബന്ധം ലെസ്ബിയൻ. അപ്പോൾ അത് മൊത്തത്തിൽ നമുക്ക് സ്വവർഗ ഭോഗം എന്ന് പറയാം. ഇത്തരം ചിന്തകൾ, അതായത് സ്ത്രീക്ക് സ്ത്രീയോടും പുരുഷനോടുമുള്ള ആകർഷണം ഉണ്ടാകാം,
അത് പലർക്കുമുണ്ട്. പക്ഷേ അതിനെ മറികടക്കാനുള്ള സ്വാതന്ത്ര്യവും പിന്നെ ധിഷണയും കപ്പാസിറ്റിയൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് തനിച്ച് നടക്കില്ല. കാരണം ഇതിനെ മറികടക്കണമെങ്കിൽ ദൈവകൃപയോട് സഹകരിച്ച് നിൽക്കണം. അപ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മുടെ മാനുഷിക ബുദ്ധിയും ബോധവും ഒക്കെ ഉപയോഗിച്ച് പിന്നെ ആത്മനിയന്ത്രണത്തിനുള്ള വഴികൾ കണ്ടെത്തി ആത്മനിയന്ത്രണത്തിനുള്ള ശക്തി സ്വരൂപിച്ച് അങ്ങനെ ഇത്തരം പ്രലോഭന ചിന്തകളെ കീഴ്പ്പെടുത്തണം. ഒരു പ്രലോഭനമുണ്ടായി എന്നൊറ്റ കാരണം കൊണ്ട് അതിനെ വിധേയപ്പെടുകയല്ല. അത് മൃഗവാസനയാണ്. മൃഗങ്ങൾക്ക് മാത്രം തടുക്കാൻ പറ്റാതെ പോകുന്ന മൃഗങ്ങൾക്ക് പോലും ചിലപ്പോൾ ഒരു തടസ്സമുണ്ടാകാം. അതിനേക്കാളും അധപതിക്കുന്ന രീതിയാണ്. ഒരു ചിന്ത വന്നു, ഞാനതിന് വിധേയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമല്ലേ എന്ന് ചോദിക്കുന്നത് മാനുഷികമല്ല. കാരണം ഈ സ്വാഭാവിക പ്രവണതകളെ നിയന്ത്രിക്കാൻ പറ്റിയ ധിഷണം നമുക്ക് നൽകിയിട്ടുണ്ട്, ആത്മനിയന്ത്രണ കപ്പാസിറ്റി നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് നമ്മിൽ തന്നെ ആശ്രയിച്ചാൽ നടക്കില്ല. ദൈവചിന്ത കൂടി വേണം, ദൈവകൃപ കൂടി വേണം. അത് സംശയമില്ലാത്ത കാര്യം. നമുക്ക് തന്നെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഈ ഒരു രക്ഷകന്റെ ആവശ്യം നമുക്കില്ലായിരുന്നല്ലോ. അപ്പോൾ ഈ പ്രലോഭനങ്ങളെ കീഴ്പ്പെടുത്താനുള്ള ശക്തിയും കഴിവും ദൈവാശ്രയ ബോധമുള്ളവർക്കുണ്ടാകും. അശ്ലീല ചിന്തകൾക്ക് ആ പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടല്ല മനുഷ്യത്വം തെളിയിക്കേണ്ടത്, അതിന് ചെറുത്ത് നിന്നുകൊണ്ടാണ്. അത്തരം ചെറുത്ത് നിൽപ്പില്ലെങ്കിൽ മനുഷ്യനാകുന്നില്ല. മനുഷ്യന്റെ വിശേഷ ബുദ്ധിയും സ്വാതന്ത്ര്യവും സ്നേഹവും അതൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പം നമ്മൾ മൃഗങ്ങളെക്കാളും അധപതിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇതുപോലെ തന്നെ ഒരു ചിന്തയാണ് ഈ അഗമ്യ ഗമനം, ഇൻസെസ്റ്റൽ ബന്ധങ്ങൾ. നിങ്ങൾ ഈഡിപ്പസ് കോംപ്ലക്സിനെ കുറിച്ച് കേട്ട് കാണും. ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് അപ്പനോടുള്ള ഒരു അതിരിവിട്ട അടുപ്പം, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് അമ്മയോടുള്ള ഒരു അല്പം അതിര് കടന്ന അടുപ്പം. ഇതൊക്കെ തോന്നുന്നത് കൊണ്ട് മാത്രം പ്രശ്നമുണ്ടാകുന്നില്ല. പക്ഷേ നമുക്കറിയാം അത് അമ്മയാണ്, ഇത് അപ്പനാണ്, അതുകൊണ്ട് ഇതൊന്നും പാടില്ല എന്നൊരു ചിന്ത അങ്ങനെ മറികടക്കുകയാണ്. വാസ്തവത്തിൽ ഇത്തരം ഈഡിപ്പസ് കോംപ്ലക്സ് നമ്മുടെ സമുദായത്തിലൊക്കെ ഉണ്ട്. ഞാനൊരു ഉദാഹരണം, ആരും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, എന്നാലും ഉദാഹരണം പറയുകയാണ്. കോവിഡ് കാലത്ത് ഈ ഈഡിപ്പസ് കോംപ്ലക്സ് ശരിക്കും വർക്ക് ചെയ്തു. അതായത് മുഖ്യമന്ത്രി ഒരു പിതൃസ്ഥാനത്ത് വന്ന് നിങ്ങൾ പട്ടിക്ക് തീറ്റ കൊടുക്കണം, പിന്നെ പശുവിന് തീറ്റ കൊടുക്കണം എന്നെല്ലാം പറഞ്ഞ് കിറ്റുകൾ കൊടുക്കുകയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഈ കോവിഡ് കാലത്ത് വലിയൊരു പ്രശ്നമാണ് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ഭക്ഷണം കിട്ടാനായിട്ട് കിറ്റ് നൽകുന്ന ഒരു പിതൃഭാവം. ആ പിതൃഭാവത്തോട് കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു അറിഞ്ഞോ അറിയാതെയോ ഒരു ഈഡിപ്പസ് കോംപ്ലക്സ്, ഒരു അട്രാക്ഷൻ അങ്ങനെ വന്നപ്പോഴാണ് ഇലക്ഷന് വോട്ട് ചെയ്ത് രണ്ടാമതും ആ സർക്കാർ വന്നത്. അതൊരു ഈഡിപ്പസ് കോംപ്ലക്സ് ആയിരുന്നു വാസ്തവത്തിൽ. നമ്മൾ അറിഞ്ഞില്ല. ഇത് ഇങ്ങനെ കിറ്റ് തരുന്നത് കോഴിക്ക് തീറ്റ കൊടുക്കുന്നത് പോലെയാണ്, കൊല്ലാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യമൊന്നും അന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അന്ന് നമ്മൾ ചിന്തിച്ച സംഗതി എന്താണ്? നമ്മൾ പട്ടിണി കിടക്കാതിരിക്കാൻ, നമ്മുടെ കുടുംബം പട്ടിണി കിടക്കാതിരിക്കാൻ കിറ്റ് തന്ന ഒരു പിതൃ രൂപം, ആ പിതൃരൂപത്തോട് വന്ന ഒരു അടുപ്പം, ആ അടുപ്പം കൊണ്ടാണ് ബഹുഭൂരിപക്ഷം സ്ത്രീകൾ വോട്ട് ചെയ്തു. അങ്ങനെ രണ്ടാമത് ഗവൺമെന്റ് വന്നത്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഈഡിപ്പസ് കോംപ്ലക്സ് നമ്മിലൊക്കെ അറിഞ്ഞോ അറിയാതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അത്രയും ആഴത്തിലേക്ക് പോകാത്തത് കൊണ്ട് ഒരു പക്ഷേ നമുക്കത് കിട്ടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെയൊക്കെ നമ്മൾ മറികടക്കുന്ന എങ്ങനെയാണ്? ഇത്തരം ഈ പ്രലോഭനങ്ങളെ നമുക്കറിയാം, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ആത്മനിയന്ത്രണമുണ്ട്, ദൈവചിന്തയുണ്ട്. ഇങ്ങനെ ഒരുപാട് ചിന്തകളിലൂടെയാണ് ഇത്തരം അധമ വികാരങ്ങളെയും അധമ പ്രലോഭനങ്ങളെയും നമ്മൾ മറികടക്കുന്നത്. ചുരുക്കത്തിൽ ഇത് സോദോം നിവാസികൾക്ക് മാത്രമുള്ള ഒരു പ്രശ്നമല്ല, ഇത് എല്ലാവർക്കുമുള്ള പ്രശ്നമാണ്. പക്ഷെ സോദോമിൽ അത് വളരെ വലിയ തോതിലേക്ക് വന്നു. നമുക്ക് അതേക്കുറിച്ച് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചിന്തിക്കാം. ഇനി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള സംഗതിയാണ് ലോത്തിന്റെ നിലപാട്. ലോത്ത് എന്താ പറഞ്ഞത്? നിങ്ങൾ അതിഥികൾ ഈ പുരുഷന്മാരുമായിട്ട് നിങ്ങൾ അവരെ ഒന്നും ചെയ്യരുത്, അവരോട് മോശമായി പെരുമാറരുത്. നിങ്ങൾക്കിനി നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ഈ കാമവികാരം, കാമവെറി ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. പുരുഷ സ്പർശമേൽക്കാത്ത കന്യകകളായ 2 പെൺമക്കൾ എനിക്കുണ്ട്. ആ പെൺമക്കളെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. നിങ്ങളുടെ കാമകേളിയും കാമവെറിയൊക്കെ അവരോടാകൂ. എൻ്റെ അതിഥികളെ, പുരുഷന്മാരായ അതിഥികളെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. ലോത്ത് ഇത് പ്രപ്പോസ് ചെയ്തു. ലോത്ത് അങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നതിന് വേറൊരു കാര്യം കൂടി അവിടെ കിടപ്പുണ്ട്. എന്നാണ്?
നീ പുരുഷന്മാരെ വിട്ടു തരുന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ അതിനേക്കാൾ മോശമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ലോത്ത് പുരുഷനാണ്, ലോത്തും ഒരു അപകടസന്ധിയിലാണ്. ഈ അതിഥികൾ മാത്രമല്ല, ഈ സോദോം നിവാസികൾ എന്താ പറഞ്ഞത്? പുരുഷന്മാരെ വിട്ടു തരുന്നില്ലെങ്കിൽ അവരോട് പെരുമാറുന്നതൊക്കെ മോശമായി നിന്നോട് പെരുമാറുന്നതാണ്. ലോത്തും പുരുഷനാണ്. അപ്പോൾ ഇത് അതിഥികളെയും രക്ഷിക്കണം, തന്നെയും രക്ഷിക്കണം. അതിനു വേണ്ടി ആണോ ഈ ലോത്ത് ഇത് ചെയ്തത്? ലോത്ത് അങ്ങനെ ചെയ്തത് ശരിയായോ? തൻ്റെ കനികളായ പെൺമക്കളെ ഇതുപോലെ ഈ കാമവെറിയുള്ളവർക്ക് എറിഞ്ഞു കൊടുക്കുന്ന നിലപാടെടുത്തത് ശരിയായോ? നമുക്ക് ഇതിൻ്റെ ഈ കുറേ ചോദ്യങ്ങൾ, നമുക്ക് എല്ലാത്തരം ഉത്തരങ്ങളില്ല. ഞങ്ങൾ ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ എന്നിട്ട് സഭാപിതാക്കന്മാരുടെ ചില നിലപാടുകളും പിന്നെ പത്രോസ് ലീഗ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്, ഈ ലോത്തിനെ കുറിച്ച്, അതും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. അപ്പം നമുക്കൊരു എങ്ങനെയാണ് ഈ കുറേ ആളുകൾ ഈ പ്രശ്നത്തെ സമീപിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഒന്ന്, എന്ത് വില കൊടുത്തും തൻ്റെ അതിഥികളെ രക്ഷിക്കാനായി കന്യകളായ തൻ്റെ പെൺമക്കളെ അപകടപ്പെടുത്തുന്ന ലോത്തിനെ പ്രശംസിക്കണോ കുറ്റപ്പെടുത്തണോ? ഞാനൊന്ന് ആവർത്തിക്കുക. എന്ത് വില കൊടുത്തും തൻ്റെ വീട്ടിൽ അതിഥികളായി വന്ന ആ പുരുഷന്മാരെ രക്ഷിക്കാനായി കന്യകളായ തൻ്റെ പെൺമക്കളെ അപകടപ്പെടുത്തുന്ന ലോത്തിനെ പ്രശംസിക്കണോ കുറ്റപ്പെടുത്തണോ? നമ്മളിതൊരു 4000 വർഷം മുമ്പത്തെ ഒരു കാര്യമാണ്. ആധുനിക നിലപാടുകൾ കൊണ്ടും ധാർമ്മികത കൊണ്ടും മാത്രം അളക്കരുത്. എന്നാലും ഈ ചോദ്യം ഒന്ന് ചോദിക്കുക. 2, സ്നേഹിതനെ രക്ഷിക്കാൻ മകളെ ബലി കൊടുക്കാം എന്ന് കരുതിയ പൗരാണിക മനുഷ്യനാണോ ലോത്ത്? സ്നേഹിതന്മാരെ രക്ഷിക്കാൻ മക്കളെ ബലി കൊടുക്കാം, അങ്ങനെ പലരും കരുതിയിട്ടുണ്ട്. ഈ ഒരു പ്രാകൃത മനുഷ്യര്, പൗരാണിക മനുഷ്യര്, അങ്ങനെയുള്ളവനാണോ ലോത്ത്? 3ാമത്തെ ചോദ്യം, പുരുഷന്റെ ദുർമോഹം നിവൃത്തിയാക്കി കൊടുക്കാനുള്ള ഇൻവട്ടക്കൊമ്പയില് ചരക്കുകൾ മാത്രമാണ് തൻ പെൺമക്കൾ എന്ന തരം താണ പ്രാകൃത പിതൃഭാവം ലോത്തിനുണ്ടായിരുന്നോ? പുരുഷന്റെ മോഹമോ ദുർമോഹമോ നിവൃത്തിയാക്കി കൊടുക്കാനുള്ള വെറും ചരക്കുകൾ മാത്രമാണ് തൻ്റെ പെൺമക്കൾ എന്ന തരം താണ പ്രാകൃത പിതൃഭാവമുള്ള ഒരാളായിരുന്നോ ലോത്ത്? 2 പേര് തമ്മിൽ സ്നേഹിക്കുന്നെങ്കിൽ എന്ത് തോന്നിയാസവുമാകാം എന്ന ചിന്തയാണോ ഇവിടെ നേളിക്കുന്നത്? ഇവിടെ സ്നേഹത്തിന്റെ ഒരു ചോദ്യം വരുന്നില്ല, എങ്കിലും 2 പേര് തമ്മിൽ സമ്മതിക്കുന്നെങ്കിൽ, അതായിരിക്കും കുറച്ചുകൂടെ നല്ല വാക്ക്, 2 പേര് തമ്മിൽ പരസ്പരം സമ്മതിക്കുകയാണെങ്കിൽ എന്ത് തോന്നിയാസമാകാം, അങ്ങനെ ഒരു ചിന്ത ഇവിടെ നേളിക്കുന്നുണ്ടോ? സാധ്യത കുറവാണ്, എന്നാൽ ഞാൻ ചോദ്യം ഉന്നയിക്കുകയാണ്. ഇങ്ങനെ പരസ്പര സമ്മതത്തോടെ എന്ത് തോന്നിയാസം ചെയ്യാം, അതിനെയാണോ സ്നേഹം എന്ന് വിളിക്കുന്നത്? ഇനി സമ്മതമില്ലാതെ, പെൺമക്കളുടെ സമ്മതമില്ലാതെ ലോത്ത് കൊടുക്കുന്നു, അതായത് റേപ്പ് ചെയ്യാനായിട്ട് ബലാത്സംഗം ചെയ്തോട്ടെ, എൻ്റെ പെൺമക്കളെ ബലാത്സംഗം ചെയ്തോട്ടെ എന്ന് കരുതിയ ഒരു ക്രൂര പിതൃഭാവമാണോ ലോത്ത്? പെൺമക്കളോട് ചോദിച്ചിട്ടല്ലോ പറയണേ, അങ്ങനെ ചോദിച്ചതിൽ അവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ പെൺമക്കളെ ബലാത്സംഗത്തിന് വിട്ടുകൊടുക്കുന്ന ഒരപ്പനാണോ? 2 പേര് സമ്മതിച്ചാൽ എന്ത് തോന്നിയാസമാകാം അല്ലേ? 2 പേര് സമ്മതിച്ചാൽ മതി, അങ്ങനെ ഒരു നിലപാടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയായാൽ അത് സ്നേഹമല്ല, വൈകൃതമല്ലേ? എന്നിട്ടും നമ്മുടെ ചില കോടതികൾ, ചില നിലപാടുകൾ പറയുന്നത് 2 പേര് സമ്മതം ഉണ്ടെങ്കിൽ അത് പാപമല്ല, കുറ്റകൃത്യമല്ല എന്നാണ്. ഇപ്പം ഈ നമ്മൾ ഇതിൽ പുരോഗമിച്ചു വികസിച്ചു എന്നൊക്കെ പറയുന്ന സമുദായത്തിൻ്റെ നിയമവ്യവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സർക്കാർ നിയമം ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം ഒരു സംഗതി, ഒരു കുറ്റകൃത്യമല്ലാണ്ടാകുമോ? ഇപ്പോൾ അബോർഷൻ, ഗർഭഛിദ്രം, അത് നിയമവിധേയമാക്കിയിരിക്കുന്ന പല സർക്കാരുകളും. എന്ന് വിചാരിച്ച് ഗർഭത്തിൽ കിടക്കുന്ന ഒരു ജീവനെ കൊല്ലുന്നത് കൊലപാതകം അല്ലാണ്ടാകുമോ? ഗവൺമെന്റ് ശിക്ഷിക്കില്ലായിരിക്കാം, കാരണം ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു അത് കൊലപാതകമല്ല. ഗർഭത്തിൽ കിടക്കുന്ന ഒരാളെ കൊല്ലുന്നത് കൊലപാതകമല്ലെന്ന് സർക്കാർ പറയണു. അങ്ങനെ സർക്കാർ പറഞ്ഞത് കൊണ്ട് മാത്രം ഗർഭഛിദ്രം കുറ്റകൃത്യമല്ലാണ്ടാകുമോ? പോലീസിന് മുമ്പിലാകില്ല, നിയമത്തിന് മുമ്പിലാകില്ല. അങ്ങനെയാ. പക്ഷെ ശരിക്കും പ്രകൃതിയുടെ മുമ്പിലും ദൈവത്തിന് മുമ്പിലും അങ്ങനെയാകുമോ? ഇവിടെയും അങ്ങനെ തന്നെയാണ്. 2 പേര് സമ്മതിച്ചാൽ, പ്രായപൂർത്തിയായ 2 പേര് സമ്മതിച്ചാൽ എന്തു വൈകൃതമാകാം എന്ന് കോടതിയോ സർക്കാരോ നിയമമുണ്ടാക്കിയതുകൊണ്ട് മാത്രം അതങ്ങനെയാകുമോ?
ഇനി സോദം നിവാസികൾ കന്യകയും വേണ്ട, പെൺകുട്ടികളും വേണ്ട, ഞങ്ങൾക്ക് പുരുഷന്മാർ മാത്രം മതി എന്ന് പറയുന്ന സോദം പട്ടണത്തിലെ പുരുഷന്മാരുടെ ഈ ധാർമ്മിക നിലവാരം എന്താണ്? പെൺകുട്ടികളും വേണ്ട, കന്യകമാരും വേണ്ട, ഞങ്ങൾക്ക് പുരുഷന്മാർ മാത്രം മതി എന്ന് പറയുന്ന സോദം നിവാസികൾ. അപ്പോൾ അവരുടെ ധാർമ്മിക നിലവാരം എന്താണ്? എന്തുമാത്രം അധപതിച്ചിരിക്കുന്നു? ഇനി ലോത്തിന്റെ ഇതിനകത്ത് കുറെ കൂടി കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. 2 തിന്മകളിൽ ഒന്നാണ് തിരഞ്ഞെടുക്കേണ്ടി വരുന്നതെങ്കിൽ ചെറിയ തിന്മ തിരഞ്ഞെടുക്കണം എന്ന തത്വം ലോത്ത് സ്വീകരിച്ചുവെന്നാണ് വിശുദ്ധ അംബ്രോസ് പറയണേ. 2 തിന്മകളിൽ ഒന്നാണ് തിരഞ്ഞെടുക്കേണ്ടി വരുന്നതെങ്കിൽ, അതായത് അതിഥികളെയും തന്നെയും അവര് ഈ സോദം നിവാസികള് പുരുഷ വേശ്യാവൃത്തിക്ക് അല്ലെങ്കിൽ ഗേ ബന്ധത്തിന്, അതും മലദ്വാരത്തിലുള്ള ബന്ധത്തിന് വിധേയമാക്കും. അത് വലിയൊരു പാപമാണ്, പ്രകൃതിവിരുദ്ധ പാപമാണ്. പെൺകുട്ടികളുമായിട്ട് അവര് ബന്ധപ്പെട്ടാൽ അത് പ്രകൃതിവിരുദ്ധമല്ല, പാപം തന്നെ. പക്ഷേ പ്രകൃതിവിരുദ്ധ പാപത്തേക്കാൾ ചെറിയ തന്മയാണ്. ചെറുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റതിനേക്കാൾ ചെറുത് എന്ന് വെച്ചാലും വളരെ വലുത് തന്നെ. അപ്പോൾ തമ്മിൽ ചെറിയ തിന്മയെ തിരഞ്ഞെടുക്കുകയാണ്. വിശുദ്ധ അംബ്രോസിന്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ, സഭാപിതാക്കന്മാർ ചില വ്യാഖ്യാനം ഞാൻ നൽകാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വിശുദ്ധ അംബ്രോസ് പറയണേ. 2 തിന്മകൾക്കിടയിലാണ് ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടി വരുന്നതെങ്കിൽ ചെറിയ തിന്മ തെരഞ്ഞെടുക്കണം. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പാണോ ലോത്ത് സ്വീകരിച്ചത്? പുരുഷ വേശ്യാവൃത്തി അല്ലെങ്കിൽ പുരുഷ ബന്ധം, ലൈംഗിക വൈകൃതം എന്ന് പറഞ്ഞ പ്രകൃതിവിരുദ്ധ പാപം, പിന്നെ തൻ്റെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന ഒരവസ്ഥ, ഇങ്ങനെ 2 തിന്മകളുടെ ഇടയിൽ ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നപ്പോൾ അതിൽ ആ 2 വലിയ തിന്മകളിൽ ചെറുത് അത് ലോത്ത് സ്വീകരിച്ചു എന്നാണ് വിശുദ്ധ അംബ്രോസിന്റെ ഒരു വ്യാഖ്യാനം. തൻ്റെ വീട്ടിലെത്തിയ അതിഥികളെ സംരക്ഷിക്കാൻ ലോത്ത് ഏതറ്റം വരെയും പോയി എന്നാണ് ക്രിസോസ്റ്റം പറയണേ. വിശുദ്ധ ക്രിസോസ്റ്റം തൻ്റെ വീട്ടിലെത്തിയ അവരെ സ്വീകരിക്കാൻ കടപ്പാടുള്ള പട്ടണത്തലവനാണ്, ഗ്രാമമുഖ്യനാണ് ലോത്ത്. അപ്പൊ അവരെ രക്ഷിക്കാൻ തൻ്റെ പട്ടണത്തിൽ തൻ്റെ വീട്ടിൽ വന്ന അതിഥികളെ രക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഗ്രാമമുഖ്യനായ ഗോത്രത്തലവനായ അല്ലെങ്കിൽ നഗര മേയറായ ലോത്ത് ഏതറ്റം വരെയും പോയി എന്നാണ് വിശുദ്ധ ക്രിസോസ്റ്റം പറയണേ. തിന്മയുടെ ആധിക്യം കണ്ട് മനസ്സ് താറുമാറായി ലോത്ത് അങ്ങനെ ചെയ്തു പോയി എന്നാണ് അഗസ്തീനോസ്. മെന്റൽ പെർട്ടർബേഷൻ എന്നൊക്കെയാണ് അത് ഉപയോഗിക്കുന്ന വാക്ക്. അതായത് മനസ്സ് ഒലഞ്ഞ് തകർന്ന് മാനസിക നില തെറ്റി നിൽക്കുകയാണ്. ഈ ലോത്ത് സോദോം നിവാസികളുടെ തിന്മയുടെ ആധിക്യം കണ്ട് അവർ കാട്ടിക്കൂട്ടുന്ന ആ വീട് വളഞ്ഞിരിക്കുകയാണ്. അങ്ങനത്തെ അത് കണ്ട് ലോത്തിന്റെ സമനില തെറ്റിപ്പോയി. അങ്ങനെ മനസ്സ് ഒലഞ്ഞ് താറുമാറായി മാനസിക നില തെറ്റിയപ്പോൾ ലോത്ത് പറഞ്ഞു പോയതാണ് എന്നാണ് ആഗസ്തീനോസിന്റെ വ്യാഖ്യാനം. നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട വ്യാഖ്യാനങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെ ചെയ്തപ്പോഴാണെങ്കിലും വിശ്വസ്തനായ സുഹൃത്താകാൻ ശ്രമിച്ചപ്പോൾ പെൺമക്കളെ സംരക്ഷിക്കേണ്ട അപ്പനാണ് താനെന്ന കാര്യം ലോത്ത് മറന്നുപോയോ? ആഗസ്തീനോസ് പറയുന്ന പോലെ മാനസിക നില തെറ്റിയെങ്കിൽ ഇതൊന്നും നമുക്ക് ചോദിക്കാൻ അവകാശമില്ല. സ്വന്തം ജീവൻ പണയപ്പെടുത്തിയും അതിഥികളെ സംരക്ഷിക്കേണ്ട ലോത്തിന് പക്ഷേ സ്വന്തം മക്കളെ അതുപോലെ ജീവൻ കൊടുത്തും സംരക്ഷിക്കാനുള്ള ചുമതലയില്ലേ? ഒരുപക്ഷെ സ്വന്തം മക്കളെ സംരക്ഷിക്കാൻ കൂടുതൽ ചുമതലയില്ലേ? സ്വന്തം മക്കളെ അവരുടെ ഇഷ്ടപ്രകാരമല്ലാതെ ഇതുപോലെ വിട്ടുകൊടുക്കാൻ ലോകത്തിന് അവകാശമുണ്ടോ? ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾ ഇപ്പോഴും മക്കളുടെ അനുവാദമില്ലാതെ നടത്തുന്ന മാതാപിതാക്കൾ ഇപ്പോഴുമുണ്ട്. മക്കളുടെ അനുവാദമില്ലാതെ, സമ്മതമില്ലാതെ മറ്റു പല കാര്യങ്ങളും പരിഗണിച്ച് കല്യാണം നടത്തുന്നവര്. ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, ഒരു ബലാത്കാരത്തിന് വിട്ടുകൊടുക്കുകയാണ്. അപ്പൊ മക്കളോട് ചോദിക്കാതെ, പെൺകുട്ടികളോട് ചോദിക്കാതെ അവർക്ക് വേണ്ടി തീരുമാനമെടുക്കാൻ അപ്പന് പറ്റുമോ? അന്നത്തെ വെച്ച് പറഞ്ഞാലും ഇന്നത്തെ വെച്ച് പറഞ്ഞാലും പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ആ പ്രശ്നമുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരു തിന്മയെ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ മറ്റൊരു തിന്മയിലേക്ക് കൂപ്പുകുത്തുകയല്ലേ ലോത്ത് ചെയ്തത്? വലഞ്ഞു പോയ നീതിമാനായിരുന്നു എന്നാണ് ലോത്തിനെ കുറിച്ച് പത്രോസ് പറയണേ. ഞാൻ പത്രോസിന്റെ വ്യാഖ്യാനം ഒന്ന് വായിക്കാം. സോദോം ഗൊമോറ പട്ടണങ്ങളെ ഭസ്മമാക്കി ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ
ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാളുതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞു പോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. പത്രോസിന്റെ 2-ാം ലേഖനം അധ്യായം ഞാൻ വിട്ടുപോയി, 2-ാമത്തെ അധ്യായം തോന്നുന്നു, 6-8 വാക്യങ്ങൾ പത്രോസിന്റെ 2-ാം ലേഖനത്തിലാണ്. ഞാൻ ഒന്നുകൂടി വായിക്കുകയാണത്. സോദോം ഗോമോറ പട്ടണങ്ങളെ ഭസ്മമാക്കി ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാളുതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞു പോയ നീതിമാനായ ലോത്തിനെ ദൈവം വിടുവിച്ചു, മോചിച്ചു. പത്രോസിന്റെ 2-ാം ലേഖനം. ഈ സങ്കീർണതകളെല്ലാം സൂചിപ്പിക്കുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഇത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്, സൂചിപ്പിക്കുന്നത് സോതോമ്യ പാപത്തെ ലളിതവൽക്കരിക്കാൻ കഴിയില്ല എന്നാണ്. സംസ്കാര ഭദ്രതയുള്ളവർ, പുരോഗമനം നേടിയവർ, വികസന കുതിപ്പിലേക്ക് മുന്നേറുന്നവർ എന്നൊക്കെ പറയുന്ന അഹങ്കരിക്കുന്ന ആധുനിക സമുദായത്തിലെ പല സർക്കാരുകളും സർക്കാർ നിയന്ത്രിത കോടതികളും ഇത്തരം വൈകൃത ബന്ധങ്ങൾക്ക് നിയമത്തിന് പിൻബലം കൊടുക്കുന്നുണ്ട്. ലോകത്തെ പല സർക്കാരുകളും എല്ലാം വ്യക്തികളുടെ അവകാശങ്ങളുടെ മനുഷ്യാവകാശത്തിന്റെ പേരിലാണ്. ഈ മനുഷ്യാവകാശത്തിന്റെ പേരിൽ ഓരോ വ്യക്തിക്കും തോന്നിവാസത്തിന് അനുവാദം കൊടുത്താൽ സമുദായം ചീഞ്ഞ് നാറി ജീർണിച്ചു പോകില്ലേ? അങ്ങനെ സമുദായം ജീർണിച്ചാൽ പിന്നെ മനുഷ്യരുണ്ടാകുമോ? മൃഗങ്ങളെക്കാൾ ക്രൂരതയാർന്ന മൃഗങ്ങളെ ഉണ്ടാകുള്ളൂ. അപ്പൊ ഈ മനുഷ്യാവകാശങ്ങൾ, വ്യക്തികളുടെ മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാകാൻ പാടില്ല. എൻ്റെ ശരീരമാണ്, ഞാൻ എന്ത് ഭാഗം കാണിക്കുമെന്ന് പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്. നിങ്ങളുടെ ശരീരമൊക്കെ തന്നെ നിങ്ങളത് കാണിക്കും ചെയ്തോ, പക്ഷെ ഞങ്ങളെ കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് അരോചകമാണെങ്കിൽ അരോചകമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യോ കാലോ മറ്റേത് അവയവമോ കാണിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് കാണുമ്പോൾ ഞങ്ങൾക്കൊരു അരോചകത്വം ഉണ്ടെന്ന് വിചാരിക്കുക. ഞങ്ങൾക്ക് അതൊരു ഇല്ലേ, ഞങ്ങൾക്കത് ഇറിറ്റേറ്റിംഗ് ആണെങ്കിൽ അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ലേ? നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ തന്നെ സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടല്ലോ. നിങ്ങൾക്ക് കാണിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. അത് വകവെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഒരു ബാലൻസ് വേണം. വ്യക്തിയുടെ അവകാശങ്ങളും സമുദായത്തിന്റെ അവകാശം തമ്മിൽ ഒരു ബാലൻസിങ് വേണം. ഇല്ലെങ്കിൽ ഏത് വൈകൃതവും ശരിയെന്ന് വിധിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. സ്വവർഗഭോഗം എന്ന കഠിനമായ പാപം സംഭവിക്കാതിരിക്കാൻ ലോത്ത് എടുക്കുന്ന സാഹസത്തെ നാം എങ്ങനെ വിളിക്കും? ഞാൻ ഒന്നുകൂടി ചോദിക്കുക. സ്വവർഗഭോഗം എന്ന അതികഠിനമായ പാപം സംഭവിക്കാതിരിക്കാൻ ലോത്ത് സാഹസമെടുക്കുകയാണ്. തൻ്റെ പെൺമക്കളെയാണ്, കന്യകളെ പെൺമക്കളെയാണ് വിട്ടുകൊടുക്കുന്നത്. ആ സാഹസത്തെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? ഇപ്പൊ നീതിമാനായ വലഞ്ഞുപോയ നീതിമാൻ എന്ന് ഈ പത്രോസ് വിളിക്കുന്നത് എത്രയോ ശരിയാണ്. വലഞ്ഞു പോയ നീതിമാൻ. ഞാൻ ആ വചനം 2 പ്രാവശ്യം വായിച്ചു. നിങ്ങൾ ഒരു 3-4 പ്രാവശ്യം വായിച്ചു നോക്കുക, പത്രോസിന്റെ വ്യാഖ്യാനത്തിന് ആഴമറിയണമെങ്കിൽ. തൻ്റെ പട്ടണത്തിൽ ഇത്തരത്തിലുള്ള ലൈംഗിക വൈകൃതം, കാമവെറി സംഭവിക്കാതിരിക്കാൻ പട്ടണ മേയർ എന്ന നിലയിൽ അദ്ദേഹം ഉത്തരവാദിത്വം നിറവേറ്റുകയല്ലേ? ഇസ്രായേലിന്റെ മതവിശ്വാസത്തിലേക്കും ഇത് വെളിച്ചം വീശുന്നില്ലേ? ഇസ്രായേലിന് മതം എന്ന് പറഞ്ഞാൽ വെറും ഒരു ആചാരമല്ല. ദൈവത്തിലുള്ള വിശ്വാസം അനുദിന ജീവിതത്തിൽ വെളിച്ചമാകുന്നത് ധാർമ്മികമായി ജീവിക്കുമ്പോഴാണ്, പ്രവൃത്തികളിലൂടെ ജീവിക്കുമ്പോഴാണ്. അപ്പോൾ വെറുമൊരു ആചാരം മാത്രമല്ല ലോത്തിന് ഇസ്രായേൽ മതം. ആ ദൈവത്തിലുള്ള വിശ്വാസം പ്രവൃത്തിയിലൂടെ, ധാർമ്മിക പ്രവൃത്തി തെളിയിക്കണമെന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു സാഹസമെടുത്ത് ഈ ഇത്രയും പ്രകൃതിവിരുദ്ധമായ ആ കാമവെറി അവസാനിപ്പിക്കാനുള്ള അല്ലെങ്കിൽ തടയാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തണേ. ദൈവത്തിൻ്റെ നടപടി എന്തായിരുന്നു? ഈ പുരുഷരൂപത്തിൽ വന്ന മാലഖമാര് അവരെ അടച്ച് വീട്ടിലകച്ച് സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ് ലോത്ത്. അവർ വാതിൽ തുറന്നിട്ട് ലോത്തിനകത്തേക്ക് കടത്തി. ലോത്തിനെ
വീടിനകത്തേക്ക് കടത്തി. അല്ലെങ്കിൽ അവർ ഈ സ്വതം നിവാസികൾ ഈ ലോത്തിനെ ചിലപ്പോൾ ആക്രമിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ പാപത്തിന് വിധേയമാക്കും. ഈ മാലാഖമാർ അവനകത്ത് കിടത്തി, എന്നിട്ട് ഈ വന്ന സ്വതം നിവാസികളെയൊക്കെ അന്ധരാക്കി. അങ്ങനെ ന്യായവിധിയുടെ പ്രകാശം കൊടും കുറ്റവാളികൾക്ക് കൊടുക്കുകയാണ്. ന്യായവിധിയുടെ പ്രകാശം കൊടും കുറ്റവാളികൾക്ക്, സ്വതം നിവാസികൾക്ക്. ലോത്തിന് കുടുംബത്തിന് രക്ഷ മാത്രമല്ല, പട്ടണത്തിന് തീ വയ്ക്കുന്നതിന് മുൻപ് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ലോത്തിനും കുടുംബത്തിനും സമയം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നീതിയുടെ വെളിച്ചം കരുണയുടെ വെളിച്ചം ഒരുമിച്ചുണ്ട്. ഈ തിന്മയെ പ്രതിരോധിക്കാൻ ശ്രമിച്ച ലോത്തിനും കുടുംബത്തിനും കരുണ ലഭിച്ചു, കരുണയുടെ പ്രകാശം ലഭിച്ചു. അവർക്ക് ആ പട്ടണത്തെ പുറത്ത് കടന്നു. ഞാൻ നേരത്തെ പറഞ്ഞു അത്, അതായത് 10 നീതിമാന്മാരെങ്കിലും ഇല്ലെങ്കിൽ നഗരം നശിപ്പിക്കപ്പെടും, പക്ഷെ കുടുംബങ്ങളെ രക്ഷിക്കും. ചില വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെ രക്ഷിക്കും. അങ്ങനെ രക്ഷിക്കപ്പെട്ട കുടുംബങ്ങളിൽ ഒന്നാണ് ലോത്തിന്റെ കുടുംബവും. അപ്പോൾ വ്യക്തികളെ രക്ഷിച്ചു, പട്ടണത്തിന് തീ വെച്ചു, നീതി നടപ്പാക്കി, കാരുണ്യം കാണിക്കുകയും ചെയ്തു. ഇത് ഒരേ സമയത്താണ് നടക്കണേ. ഇത്രയാണ് നമുക്കതിൻ്റെ വ്യാഖ്യാനത്തിലെ പ്രധാനപ്പെട്ട സംഗതികൾ. ഇനി നമുക്ക് ചില ചോദ്യങ്ങളും ചില പ്രശ്നങ്ങളും. ഒരു നഗരം മുഴുവൻ സ്വവർഗഭോഗികളോ? നമ്മൾ സ്വാഭാവികമായി ചോദിച്ചു പോകുന്നതാണ്. ഒരു നഗരം മുഴുവൻ സ്വവർഗഭോഗികളോ? നമുക്ക് വിശദിക്കാൻ പ്രയാസം തോന്നും. ഇങ്ങനെ ഇത്രയൊക്കെ ഉണ്ടാകുമോ? ഞാൻ ജർമ്മനിയിൽ ബെർലിൻ എന്ന് വെച്ചാൽ ജർമ്മനിയുടെ തലസ്ഥാനം. അവിടെ 5 വർഷം കൊണ്ട് 30 ധ്യാനങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ വാരാന്ത്യ ധ്യാനങ്ങൾ, വെള്ളി ശനി ഞായർ, അങ്ങനെ 30 ധ്യാനങ്ങൾ. അപ്പോൾ അവിടെ ഒരു 1.5 മാസത്തോളം താമസിച്ചാണ്. ഈ ഒരു ഇൻ്റർനാഷണൽ ധ്യാന കേന്ദ്രമാണ്, അവിടെ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. ആ ജർമ്മൻ പാർലമെൻറ്റിൽ നിന്നും വളരെ, ഞാൻ ഇപ്പോൾ നടക്കാൻ പോകുമ്പം ഈ പാർലമെൻറ്റിൻ്റെ മുമ്പിൽ കൂടെ ഞാൻ നടക്കാൻ പോകാറ്. അപ്പോൾ അങ്ങനെ നടക്കാൻ പോകുന്ന ഈ ജർമ്മനിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, ചില ദിവസങ്ങളിൽ അവർ വന്ന് പറയും നടക്കാൻ പോകണ്ട, 3 ദിവസത്തേക്ക് നടക്കാൻ പോകാൻ പറ്റില്ല. എന്താ കാര്യം? സോതോം ദിനമാണ്. ആളുകൾ വലിയ ജനക്കൂട്ടം പ്രകടനമായി നൂലുബന്ധമൊന്നുമില്ലാതെ, കുറേ പേര് ഉടുതുണിയൊന്നുമില്ലാതെ റോഡിലൂടെ പ്രകടനമായി ഈ പാർലമെൻറ്റിന് മുമ്പിലുള്ള ആ ഗ്രൗണ്ടിൽ സമ്മേളിച്ച് തീറ്റും കുടിയായിട്ട് അവിടെ കഴിയാണ്. സോതോം പാപം ഞങ്ങൾ ഇവിടെ ചെയ്യുകയാണ്, പരസ്യമായി പ്രഖ്യാപിച്ച് ഞങ്ങൾ സോതോമ്യരാണ്, ഇന്ന് സോതോം ദിനമാണ് എന്ന് പറഞ്ഞ് ആണും തമ്മിലും പെണ്ണും തമ്മിലും ഉടുതുണിയൊന്നും ഇല്ലാതെ അങ്ങനെ ഒരു അവസ്ഥ. ഇത് ഈ അടുത്ത കാലത്ത് ഇപ്പോഴും നടക്കുന്ന ഒരു സംഗതിയാണ് ഞാൻ പറയണേ. അപ്പോൾ ഒരു രാജ്യം മുഴുവനില്ല എങ്കിലും ഒരു പട്ടണത്തിൽ, ഇപ്പം അന്നത്തെ പോലെ സോതോമിൻ്റെ ഒരു പട്ടണത്തിലെ ആളുകളെ പോലെ ജനങ്ങൾ ഉടുതുണിയില്ലാതെ ആണും തമ്മിലും പെണ്ണും തമ്മിലും പരസ്യമായി പാപം ചെയ്തതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ആ ദിവസങ്ങൾ നടക്കാൻ പോകണ്ട എന്ന് ധ്യാന കേന്ദ്രത്തിലെ ആളുകൾ നമ്മളോട് പറയും. അപ്പോൾ ഇതൊരു സംഭവിക്കുകയോ, ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, സംഭവിക്കാം. കാരണം തിന്മയുടെ ഈ കടിഞ്ഞാണില്ലാതെ വിട്ടാൽ തിന്മ ഇതുപോലെയൊക്കെ ആകും. രണ്ടാമത്തെ ഒരു കാര്യം, ഈ പ്രശ്നം ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം മാത്രമല്ല. ഈ സോതോമ്യ പാപം 14,000 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ പണ്ട് മുതലേ ഉള്ളൊരു പ്രശ്നം തന്നെയാണിത്. ഇത് ടെക്നോളജി വന്നതുകൊണ്ടോ, TV വന്നതുകൊണ്ടോ, ഇൻ്റർനെറ്റ് വന്നതുകൊണ്ടോ മാത്രം ഉണ്ടായ സംഗതിയല്ല. 14,000 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നും ഇല്ലാത്തപ്പോഴും ഈ പ്രശ്നമുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതിനേക്കാൾ രൂക്ഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ആധുനികതയുടെ, ടെക്നോളജി വന്നതിൻ്റെ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റും ഐഫോണും ഒക്കെ വന്നതിൻ്റെ മാത്രം പ്രതിഫലനമാണെന്ന് പറഞ്ഞ് ലളിതവൽക്കരിക്കരുത്. 4,000 വർഷം മുമ്പുണ്ടായിരുന്ന പ്രശ്നങ്ങളാണിത്. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, നമ്മൾ ആദ്യമേ സമ്മതിക്കുക, നമ്മിലൊക്കെ ഈ ചിന്തകൾ ഉണ്ടാകാം. സ്ത്രീക്ക് സ്ത്രീയോടോ പുരുഷനോടോ ആകർഷണം തോന്നാം. അതിനെ മറികടക്കാനുള്ള, കീഴ്പ്പെടുത്താനുള്ള മനസ്സ് ദൈവകൃപയിൽ ആശ്രയിച്ചുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. 1. 2, അങ്ങനെ പറ്റാത്തവരുണ്ടാകാം, അതായത് കീഴ്പ്പെടുത്താൻ പറ്റാതെ പോകുന്ന ആളുകളുണ്ടാകാം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പറ്റുമെങ്കിൽ അവരെ സഹായിക്കണം ഈ തിന്മയിൽ നിന്ന് മറികടക്കാനായിട്ട്. അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അതിനുവേണ്ട, എനിക്കറിഞ്ഞൂടെ, കൗൺസിലിങ്ങോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകുമായിരിക്കും. ഇതിനകത്ത് അവർക്ക് വേണ്ട ചികിത്സയോ എന്തൊക്കെയാണ് കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയൊക്കെ അത് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. പിന്നൊരു കാര്യം, എൻ്റെ മകനോ മകളോ ഒരു ട്രാൻസ്ജെൻഡർ, ഇപ്പം നമ്മൾ ലെസ്ബിയൻ, അത് ഹോമോസെക്ഷലാണ് ഈ സോതോമി പാപം.
ഇപ്പം നമ്മൾ കുറച്ചുകൂടി LGBT എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ലെസ്ബിയൻ, ഗേ, മൂന്നാമത്തെ ട്രാൻസ്ജെൻഡർ. ഈ ട്രാൻസ്ജെൻഡർ നമ്മൾ മറ്റൊരു കൂട്ടത്തിൽ LGBT എന്നൊക്കെ പോകുന്നെങ്കിലും ഈ ട്രാൻസ്ജെൻഡർ വേർതിരിച്ച് കാണേണ്ട ഒരു സംഗതിയാണ്. എന്താണ്? അവർ ജനിച്ചപ്പോൾ ശരീരം പുരുഷൻ്റേത്, മനസ്സും ഹോർമോൺസൊക്കെ പെണ്ണിൻ്റേത്. അവൾക്കറിയാം അവൾ പെണ്ണാണ്, പക്ഷെ പെണ്ണിൻ്റെ അവയവങ്ങളില്ല, ആണിൻ്റെ അവയവം ഉണ്ട് താനും. അതൊരു വല്ലാത്തൊരവസ്ഥയാണ് ട്രാൻസ്ജെൻഡേഴ്സ്. നമുക്കറിയാം മുംബൈയിലൊക്കെ വളരെ അധികമുണ്ട്, ബാംഗ്ലൂരും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സ്. ഈ ട്രാൻസ്ജെൻഡേഴ്സ് നമ്മുടെ ഒരു മകനോ മകളോ, നമ്മുടെ വീട്ടിലൊരു മകനോ മകളോ ആണ് ട്രാൻസ്ജെൻഡറായിട്ട്. അത് ദൈവം സൃഷ്ടിക്കുന്നതാണ്. പ്രകൃതിയിൽ അങ്ങനെ ഹോർമോൺ ഡിഫറൻസ്, അതായത് മനസ്സും ശരീരത്തിലെ ഹോർമോൺസും ഒക്കെ സ്ത്രീയുടെ, പക്ഷേ അവയവങ്ങൾ പുരുഷൻ്റെ. അപ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷം നോക്കൂ. അപ്പോൾ നമ്മുടെ ഒരു മകനോ മകളോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്ന് കരുതുക. എന്തായിരിക്കും എൻ്റെ സമീപനം? ഞാൻ എങ്ങനെയാണ് അതിനോടെന്ന് ഞാൻ പറയണം? അതിനോട് അവളോടെന്നാണോ അവനോടെന്നാണോ പറയേണ്ടത്? ഭിന്നലിംഗം എന്ന് നമ്മൾ പറയണേ. ഭിന്നലിംഗം എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീയാണ്, പക്ഷെ പുരുഷൻ്റെ അവയവങ്ങളാണുള്ളത്. അവരുടെ കുറ്റം കൊണ്ടല്ലല്ലോ. അപ്പോൾ അവരെ പാപത്തിലാണെന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ജനിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അവരെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? എൻ്റെ വീട്ടിലെ എൻ്റെ ഒരു മകനോ മകളോ ആണ് ഇങ്ങനെ ട്രാൻസ്ജെൻഡർ ആയിട്ട് ഇരിക്കുന്നതെങ്കിൽ എൻ്റെ സമീപനം എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഈ ബോംബെയിലൊക്കെ എല്ലാവരും വരുന്നതിന് കാരണം അവരെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവർ വീടിന് പുറത്താക്കുകയാണ്. അപ്പോൾ പുറത്താക്കുമ്പോൾ അവർ മുംബൈയിലേക്ക് പോകുന്നു. അവർക്ക് അവിടെ സംഘടനയും അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ മുൻപ് ഇതൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. ഇങ്ങനൊരു ഇറഗുലർ ആയിട്ടുള്ള ഒരാളെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാതെ നീ ശാപമാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. അങ്ങനെ പുറത്താക്കപ്പെടുന്നവരോട് എന്തായിരിക്കണം സമീപനം? ഞാൻ മാർപ്പാപ്പയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഇട്ടപ്പോൾ മുംബൈയിൽ നിന്ന് ഒരു കന്യാസ്ത്രീ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. അവരുടെ അവസ്ഥ അവരൊക്കെ വർണ്ണിച്ചു. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മുമ്പ് അറിയാമായിരുന്നു. അപ്പോൾ ഈ പ്രബോധനം ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ഉൾക്കൊള്ളണം, സഭ സ്വീകരിക്കണം, അവരെ പുറന്തള്ളരുത് എന്ന് പറഞ്ഞത് ആ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കത്തോലിക്ക കന്യാസ്ത്രീമാർക്ക് വലിയ ആശ്വാസമായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവരൊക്കെ അങ്ങ് പരസ്യ പാപികളെ തള്ളിക്കളയൂ എന്നല്ല പറഞ്ഞത്. അങ്ങനെ പറയണമെങ്കിൽ, അതായത് നമുക്ക് തള്ളിക്കളയുന്നു നമ്മൾ പറയുന്നെങ്കിൽ അതിനർത്ഥം അത് നമ്മൾ അനുഭവിച്ചിട്ടില്ല. നമ്മുടെ ഒരു മകനോ മകളോ ആണ് ഇങ്ങനെ ആകുന്നെങ്കിലാണ് നമുക്ക് ആ പ്രശ്നം വരിക. നമ്മൾ അനുഭവിക്കാത്തപ്പോഴൊക്കെ അതൊരു വെറു കഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് താഴെ വന്നിട്ട് കമൻറ്റുകൾ ഇടാം. നിങ്ങളുടെ ഒരു മകനോ മകളോ ഇങ്ങനെ ആകുന്നത് വരെ നിങ്ങൾ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഒരു മകനോ മകളോ ലെസ്ബിയനായിട്ടോ ഗേ ആയിട്ടോ ജീവിക്കുക. അപ്പം നിങ്ങൾക്കുണ്ടാകുന്ന തീവ്രമായ വേദന എന്തായിരിക്കും? കഠിനമായ വേദന എന്തായിരിക്കും? ആ വേദനയോട് സഭ സഹതപിക്കണോ വേണ്ടയോ? അത് തിന്മയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. തിന്മയല്ലെന്ന് പറഞ്ഞിട്ടില്ല. തിന്മയാണ്. പക്ഷേ അങ്ങനെ തിന്മയിൽ ജീവിക്കുന്ന ഒരാളുടെ അപ്പനോ അമ്മയോ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ചേട്ടനോ ചേച്ചിയോ അനുജനോ അനുജത്തിയോ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വികാരിയച്ഛനോ അല്ലേ കന്യാസ്ത്രീ മഠത്തിലെ സുപ്പീരിയറോ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനൊരു അവസ്ഥയിൽ കണ്ടുമുട്ടുന്നോ? ഇതിനൊക്കെ ചില ഉത്തരങ്ങൾ ഉണ്ടാകണ്ടേ? സമീപന രീതികൾ ഉണ്ടാകണ്ടേ? നമുക്ക് ഈ സോതോമ്യ പാപത്തിൽ മാലഖമാരുടെ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് വിചാരിക്കുക. മാലഖമാരും മനുഷ്യരായിട്ട് വന്നിരിക്കുക. ആ സ്ഥാനത്താണ് നമ്മളെന്ന് വിചാരിക്കുക. നമ്മളെന്താണ് ചെയ്യുക? നമുക്ക് ചുറ്റും തിന്മയുടെ അതിപ്രസരം കാണുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ അനീതി സഹിക്കുകയോ അതോ അനീതിക്കെതിരെ നിൽക്കുവോ? അനീതിക്കെതിരെ നിന്നാൽ നമ്മൾ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മളതിന് തയ്യാറാകുമോ? നമ്മളിപ്പോൾ ഇത് കർത്താവിൻ്റെ പീഡാനുഭവമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. ഇത് അനുരഞ്ജനം രമ്യത മാത്രമല്ലല്ലോ, പൊറുക്കലും ക്ഷമിക്കലും മാത്രമല്ലല്ലോ പീഡാനുഭവം. എല്ലാം ക്ഷമിക്കലും പൊറുക്കലാണെങ്കിലും വലിയ പീഡാനുഭവം ഒന്നുമില്ല. അനീതിയെ ചെറുത്ത് നിൽക്കുക, അനീതിയെ എതിർക്കുക, അപ്പോഴാണ് ശരിക്കും പീഡാനുഭവം ഉണ്ടാകുക, നോമ്പുണ്ടാകുക. കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് നമ്മുടെ സഹനങ്ങൾ യോജിപ്പിക്കേണ്ടി വരുന്നത് അപ്പോഴാണ്.
അതിനാൽ വളരെ ലളിതവൽക്കരിക്കുന്ന ഒരു നടപടി ഉണ്ടാകരുത്. എല്ലാ അച്ഛന്മാരും ഇല്ലേ ക്ഷമിക്കാനും പൊറുക്കാനാണ് പഠിപ്പിക്കുന്നത്. മാണിപ്പറമ്പലച്ചൻ പറയുന്നത് അനീതി ചെറുക്കാനും പീഡ സഹിക്കാനുമാണ്. ഇങ്ങനെ കമന്റ് ഇടാൻ നിങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയണേ, അപ്പോഴാണ് ശരിക്കും പീഡാനുഭവമാകുക. കർത്താവ് എല്ലാം ക്ഷമിക്കും പൊറുക്കുകയായിരുന്നെങ്കിൽ അവനോട് ആരും തൂക്കിക്കൊല്ലില്ലായിരുന്നു, കുരിശിൽ തൂക്കിക്കൊല്ലുമായിരുന്നോ? നമ്മൾ ലോകത്തിൻ്റെ സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത് വിചാരിക്കുക, ലോകത്തിൻ്റെ സ്ഥാനത്ത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഈ പ്രകൃതിവിരുദ്ധ ഭാവങ്ങൾ അതിപ്രസരമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ താമസിക്കേണ്ടി വന്നെന്ന് കരുതുക, ചില ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തും കൂടിയാണെന്ന് കരുതുക, നമ്മൾ എന്ത് ചെയ്യും? ഇതിനെല്ലാം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ പ്രശ്നത്തെ നിങ്ങൾ ഇതിനേക്കാളും രൂക്ഷമായി അടുത്തറിയുന്നുണ്ടാകാം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ വേണം, സഭയ്ക്കത് ആവശ്യമുണ്ട്. കാരണം ഇതൊരു വല്ലാത്ത പ്രശ്നമാണ്. ദൈവം ശിക്ഷിക്കും, പാപത്തെ ദൈവം ശിക്ഷിക്കും, പ്രകൃതിവിരുദ്ധ പാപം ദൈവം ശിക്ഷിക്കും, ഒരു സംശയം അക്കാര്യത്തിലില്ല. അത് ദൈവം ചെയ്യട്ടെ. പക്ഷേ നമ്മൾ ഈ ലോകത്തിൻ്റെ സ്ഥാനത്തോ ആ മാലാഖന്മാരുടെ സ്ഥാനത്തോ നമ്മളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള പാപചിന്തയുള്ള മനുഷ്യരാണ് നമ്മളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം ചെയ്യട്ടെ. ദൈവം ശിക്ഷിക്കുമെന്ന് പറഞ്ഞ് നമുക്ക് നിർത്താൻ കഴിയില്ലല്ലോ. സോദോമേരെ ദൈവം ശിക്ഷിക്കുന്നു വിചാരിച്ചിട്ട് ലോകത്തൊന്നും ചെയ്യാതിരുന്നോ? ആ മാലാഖമാരൊന്നും മനുഷ്യരായി വന്ന മാലാഖമാർ ചെയ്യാതിരുന്നോ? അപ്പം നമുക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവം ശിക്ഷിക്കും, പക്ഷെ ദൈവത്തിന് ശിക്ഷയ്ക്ക് അവർ വിട്ടുകൊടുക്കണോ? അതോ ദൈവം അവരെ ശിക്ഷിക്കാതിരിക്കാൻ ഞാൻ ചില നടപടികൾ സ്വീകരിക്കണോ? തുടക്കം പറഞ്ഞോർത്ത് അവസാനിപ്പിക്കുകയാണ് ഞാൻ. 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ നഗരത്തിലുണ്ടെങ്കിൽ നഗരത്തെ മുഴുവൻ നാശത്തിൽ മാറ്റി നിർത്താമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് 10 നീതിമാന്മാരെങ്കിലും നമ്മുടെ ഓരോ ഇടവകയിലും ഉണ്ടാകാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുമോ? ഞാൻ ആ നീതിമാന്മാർ കൂട്ടത്തിലായിരിക്കാൻ തയ്യാറാകുമോ? അങ്ങനെ ഈ തിന്മ ചെയ്യുന്നവരുണ്ടെങ്കിലും നാശം വന്ന് നശിച്ചു പോകാതിരിക്കാൻ ഞാൻ ഒരു ഉപകരണമാകുമോ?